നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ പ്രതികരണവുമായി അതിജീവിത. നീതി നിഷേധിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് സമൂഹമാധ്യമ പോസ്റ്റ്. വിചാരണ കോടതിയിൽ നേരത്തെ തന്നെ വിശ്വാസം നഷ്ടമായി. അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ല. ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ചു മഞ്ജു വാര്യർ. ആസൂത്രണം നടത്തിയവർ ഇപ്പോഴും പുറത്തെന്നും മഞ്ജു. കനത്ത പരാജയം പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ. UDF മുന്നണി വിപുലീകരണ നീക്കം സജീവം. സാധ്യതകൾ തുറന്നിടുകയാണെന്ന് സണ്ണി ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ BJP. നഗരസഭകളിൽ മേയറെ തെരഞ്ഞെടുക്കാൻ ചർച്ചകൾ സജീവം. കൊല്ലത്ത് AK ഹഫീസ് മേയറാകും. കൊച്ചിയിൽ 3 പേരുകൾ പരിഗണനയിൽ. തൃശൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ ടേം അടിസ്ഥാനത്തിൽ നൽകിയേക്കും. കോർപ്പറേഷൻ പിടിച്ച ചരിത്ര വിജയത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. ഉടൻ തിരുവനന്തപുരത്തെത്തും. മേയറെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. വിജയം നൽകിയ തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി നിങ്ങൾ വിജയിപ്പിച്ച 50 കൗൺസിലർമാർ ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധത്തിൽ നിർണായക മൊഴി നൽകി രമേശ് ചെന്നിത്തല. നടന്നത് 500 കോടിയുടെ ഇടപാടെന്ന് മൊഴി. പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കൈമാറി. സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ജ്ഞാനേഷ് കുമാറിന് പരിഹാസം. इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है. नरेंद्र मोदी जी ने इलेक्शन कमिश्नर के लिए कानून बदला, नया कानून लाए, कहा कि इलेक्शन कमिश्नर कुछ भी करे. ബീഹാറിലെ ജയം വോട്ട് കൊള്ളയിലൂടെയെന്ന് പ്രിയങ്ക ഗാന്ധി. രാംലീല മൈതാനയിൽ കോൺഗ്രസിന്റെ പടുകൂറ്റൻ വോട്ട് ചോരി മെഗാ റാലി. ലയണൽ മെസ്സി മുംബൈയിൽ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വീകരണം. കൊൽക്കത്തയിലെ പരിപാടി അലങ്കോലപ്പെട്ടതിൽ നടപടി. മുഖ്യ സംഘാടകൻ അറസ്റ്റിൽ. മാപ്പ് ചോദിച്ച് മമതാ ബാനർജി. മെസ്സി മോദി കൂടിക്കാഴ്ച നാളെ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെടിവെപ്പ്. 10 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ജൂത സമൂഹം സംഘടിപ്പിച്ച പരിപാടിക്കിടെ. അക്രമികളായ 2 പേരെ വെടിവെച്ചു കൊന്നു. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും വെടിവെപ്പ്. 2 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം T20 മത്സരം ഇന്ന്. ധരംശാലയിൽ പോരാട്ടം 7 മണി മുതൽ. ഇന്ത്യക്ക് തലവേദനയായി ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും മങ്ങിയ ഫോം. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ അതിജീവിതയുടെ ആദ്യ പ്രതികരണം പുറത്ത്. വിധി നിരാശപ്പെടുത്തി. വിചാരണ കോടതിയിൽ നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു. കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല. ജഡ്ജിയെ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടന്നില്ലെന്നും സമൂഹമാധ്യമ പോസ്റ്റിലുണ്ട്. ഇതിനിടെ അതിജീവിതയ്ക്ക് പിന്തുണയുമായി നടി മഞ്ജു വാര്യരും രംഗത്ത് വന്നു. ആക്രമണം ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിൽ പുറത്തുള്ളത് ഭയപ്പെടുത്തുന്നു. കേസിൽ നീതി പൂർണ്ണമായും നടപ്പായിട്ടില്ലെന്നും മഞ്ജു വാര്യരുടെ പോസ്റ്റിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആജ്ഞ, ഈ ഇരയാക്കപ്പെട്ട നടി അതിജീവിത, ഒപ്പം ഈ വിഷയത്തിൽ ഗൂഢാലോചന ആദ്യം പങ്കുവച്ച മഞ്ജു വാര്യർ, 2 പേരും ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം പോസ്റ്റുകളുമായി രംഗത്ത് വരികയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ പ്രോസിക്യൂഷൻ ഘടിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. കൂടുതൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം ഈ വിധി വന്ന ദിവസം അതിജീവിത വിധി പകർപ്പ് വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അത്തരത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവർക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏത് തരത്തിലാണ്, നീതിയാണോ നീതികേടാണോ, അവർക്ക്
അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ പോസ്റ്റിലൂടെ അവർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം അവർ കൃത്യമായിട്ട് ഈ പോസ്റ്റിലൂടെ ആദ്യം പറയുന്നത് വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം, പക്ഷേ എനിക്കതിൽ അത്ഭുതമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. 2020 അവസാന ഘട്ടത്തോട് കൂടി തന്നെ ഈ ട്രയൽ കോടതിയിൽ നിന്നും തനിക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തത വന്നിരുന്നു. ആ കാര്യങ്ങൾ തനിക്ക് വ്യക്തമായതോടു കൂടിയാണ് തന്നെ പല കാര്യങ്ങളും ഉന്നയിച്ചത്. അതായത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ഉന്നയിച്ചും അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചും അതുപോലെ ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചും ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യമുണ്ടായത്. അതിന് തനിക്ക് നീതി ലഭിച്ചില്ല. മാത്രമല്ല പ്രധാനമായും നടി ആവശ്യപ്പെട്ടത് ഓപ്പൺ കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കണമെന്ന് തന്നെയായിരുന്നു. താൻ അതിജീവിതയാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ മീഡിയയും പൊതുജനങ്ങളും കാണണം, അതുകൊണ്ട് ഇതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലാതെ തന്നെ ഓപ്പൺ കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രയൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലും തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള കാര്യവും അതിജീവിത വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമായും PR വർക്കിനോട്, അതായത് ഈ നമുക്കറിയാം 2028 ഡിസംബർ 8 തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്ന സാഹചര്യത്തിൽ ദിലീപിനെ ഈ കോടതി വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പേർ കുറ്റക്കാരാണെന്നും അവർക്ക് ഏറ്റവും മിനിമം ശിക്ഷാവിധിയാണ് നൽകിയത്. 20 വർഷം തടവാണ്. അതായത് ബലാത്സംഗവും ഗൂഢാലോചനയ്ക്കുമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം ശിക്ഷ. അതിന് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ പോലും അതുണ്ടായില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ഇതിന് ഇടയിൽ, അതായത് വാദത്തിനിടയിൽ ജഡ്ജി തന്നെ 1-ാം പ്രതി മാത്രമാണ്, അതായത് പൾസസ്വിനി മാത്രമാണ് കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്, ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൾസസ്വിനി മാത്രമല്ലേ കുറ്റക്കാരൻ എന്നുള്ള ചോദ്യവും ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതിനുശേഷം പ്രോസിക്യൂഷൻ വ്യക്തമായി തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. പരമാവധി ശിക്ഷ എല്ലാവർക്കും നൽകണം, കൂട്ടബലാത്സംഗം തന്നെയാണ്, അതിനുള്ള ശിക്ഷ നൽകണമെന്ന്. ഒടുവിലാണ് 20 വർഷം. ഈ 20 വർഷം എന്ന് പറയുന്നത് ഈ ശിക്ഷ ഈ തെറ്റ് ചെയ്തത് അണ്ടർസ്റ്റുഡ് ആണ്, അതിനകത്ത് ചെയ്യാവുന്ന, അതായത് പ്രോസിക്യൂഷന് കൂടി അത് അല്ലെങ്കിൽ അതൊരു മിനിമൽ അവകാശമാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ അപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അതിൽ പരമാവധി ശിക്ഷ നൽകാനോ അതല്ലെങ്കിൽ 20 വർഷത്തിന് മേലെ 1 വർഷം പോലും ശിക്ഷ കൂട്ടാനോ കോടതി മെനക്കെട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതിനുശേഷമാണ് വിധി പകർപ്പ് പുറത്തു വന്ന ശേഷം താൻ പ്രതികരിക്കാമെന്ന് തന്നെയായിരുന്നു അതിജീവിത പറഞ്ഞിരുന്നത്. അതിൽ അവർ അക്കമിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ്. പ്രധാനമായും മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായതോടു കൂടിയാണ്, അതായത് തൻ്റെ സഹപ്രവർത്തകരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അത് ഉപഹർജിയായി സമീപിച്ചു എന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ഒരു സാങ്കേതിക തടസ്സമായി മുന്നോട്ട് വയ്ക്കുന്നത്. സാങ്കേതികമായി ഹർജി നിലനിൽക്കില്ല എന്ന് മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് തൻ്റെ കൈവശം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകിയെങ്കിലും തരാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യം കോടതിയിൽ. അഡ്വക്കേറ്റ് സജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് സജിത, ഇവിടെ പരസ്യമായ പ്രതികരണമാണ്. നിരാശ ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും നേരത്തെ സുഹൃത്തുക്കളോടുമൊക്കെ പങ്കുവച്ചിരുന്നു. നമുക്കറിയാം ദിലീപ് പുറത്തിറങ്ങിയ ശേഷം ആദ്യം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മഞ്ജു വാര്യർ തുടങ്ങി വെച്ച ഗൂഢാലോചനയെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോഴും ആ വാദത്തിൽ മഞ്ജു വാര്യർ ഉറച്ചു നിൽക്കുന്നു. അതിജീവിതയാകട്ടെ താൻ കോടതിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച തനിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ഒരു വിചാരണ കോടതിയാണോ എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അസാധാരണമായ ഒരു സാഹചര്യമല്ലേ ഇത്? കേൾക്കാമോ മാഡം? ഹലോ, കേൾക്കാമോ മാഡം? കേൾക്കാം. ചോദ്യം കേട്ടിരുന്നോ? ഒന്നുകൂടി പറയാമോ? അതായത് അസാധാരണമായ ഒരു സാഹചര്യമല്ലേ ഇത്? കാരണം അതിജീവിത തനിക്ക് വിചാരണ കോടതിയിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയാണ്. മഞ്ജു വാര്യരാകട്ടെ ഗൂഢാലോചനാവാദം ആവർത്തിക്കുന്നതിന് പശ്ചാത്തലം ഒരുങ്ങുന്നു. ജുഡീഷ്യറിക്കെതിരെയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതുകൂടി ഗൗരവതരമാണല്ലോ. അതെ, ഇവിടെ എന്ന് വെച്ചാല് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ നിരത്തുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഗവൺമെന്റിന്റെ വ്യവസ്ഥിതികൾക്ക് തക്കതായി FIR ഇടാനോ പോലീസ് സംവിധാനങ്ങൾക്ക് കറക്റ്റ് പ്രതികളെ ഇവിടെ തെളിവ് കൊടുത്തിട്ട് പോലും പ്രതികളാക്കി FIR ഇടാനോ ആ തെളിവ് കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് കത്തയച്ചിട്ടുണ്ട്.
ഇതിൽ ഒരു കത്ത് സഹതടവുകാരൻ വിപിൻലാൽ എഴുതി അയച്ചതാണ്. അതിന് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അത് ഡയറക്റ്റ് എവിഡൻസ് ആണല്ലോ. ഇതിനപ്പുറത്തൊരു ഡയറക്റ്റ് എവിഡൻസ് എന്താണ് വരാനുള്ളത് കോടതിയിൽ? രണ്ടും ഈ കോൺസ്പിറസി ഡയറക്റ്റ് എവിഡൻസ് ആണ്. കോൺസ്പിറസി ലെറ്റർ കൊടുത്തത് ഡയറക്റ്റ് എവിഡൻസ് ആണിത്. അപ്പൊ ഇത് ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്നുള്ളതാണ്. ഒരു പിന്നെ ഓഫീസിൽ എത്തിച്ചു എന്ന് പറയുന്ന, ഒരു ഷോപ്പിൽ കാക്കനാട് എത്തിച്ചു എന്ന് പറയുന്ന ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ലെറ്റർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. അത് ഡയറക്റ്റ് എവിഡൻസ് ആണ്. ആ ഷോപ്പ് ആരതാണ്? കാക്കനാട് ലക്ഷ്യ അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് എവിഡൻസ് അല്ലേ? പിന്നെ നാദിർഷയെയും അപ്പുണ്ണിയെയും ജയിലിൽ നിന്ന് പൾസർ സുനി വിളിച്ചു. അപ്പൊ ഈ നാദിർഷയെയും അപ്പുണ്ണിയെയും എന്തുകൊണ്ട് പ്രതി ചേർക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല? അവിടെയാണ് അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൂടി. നമുക്ക് ഈ കൃത്യമായി തന്നെ ഈ വിധിന്യായം വായിച്ചു നോക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൂടി ഇത്തരം കേസുകളിൽ, കാരണം നമുക്കറിയാം കോടതിക്ക് മുന്നിൽ എത്തുന്ന തെളിവുകളാണല്ലോ പ്രധാനം. അതനുസരിച്ചാണ് ഒരു കോടതി വിധി പറയുക. ആ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയ്ക്ക് പറയുക എന്നതിനപ്പുറം ഇവിടെ ആദ്യമായി തന്നെ വ്യക്തമായിട്ട് 8ാം പ്രതിയെ രക്ഷപ്പെടുത്താൻ, കാരണം 8ാം പ്രതിയെ പ്രതിയായി ചേർത്തുള്ള തെളിവുകൾ ഇവരൊക്കെ ആയിരുന്നു. ഇതിന്റെ തെളിവ് ഇയാളെ ശിക്ഷിക്കേണ്ട, ഈ 8ാം പ്രതിയെ ശിക്ഷിക്കേണ്ട തെളിവ് ഇതൊക്കെ ആയിരുന്നു. അത് നശിപ്പിക്കാൻ ആദ്യം തന്നെ ഗവൺമെന്റ് പ്രോസിക്യൂഷൻ തലത്തിൽ തന്നെ, ഗവൺമെന്റ് തലത്തിൽ തന്നെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. വ്യക്തമായ ഒരു ഗൂഢാലോചന അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചന അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് അതിജീവിതയെ പീഡിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു. പിന്നെ ഗൂഢാലോചന നടന്നത് പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന നടന്നു. എന്തുകൊണ്ട് ഗവൺമെന്റിന് തക്കതായ തെളിവുകൾ എഫ്ഐആർ ഇട്ട് കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ പറ്റിയില്ല? ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഇത്തരം പ്രതികളെ സംരക്ഷിച്ച് പുറത്തുവിടുന്ന ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധിച്ചത്. കോടതിയിൽ തെളിവുകൾ വേണം എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ കോടതിയിൽ ആ തെളിവ് നശിപ്പിക്കുന്നത് പുറത്തു നിൽക്കുന്ന ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഗൂഢതന്ത്രങ്ങളാണ്. അവിടെ ഗൂഢാലോചനയാണ്. അത് പരാജയം എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അറിയുന്ന ഒരു കാര്യത്തെ മനഃപൂർവ്വം മാറ്റിവിടുന്ന ഒരു സാഹചര്യമല്ലേ അവിടെ ഉണ്ടായത്? അതെങ്ങനെ പരാജയപ്പെടുന്ന ഗവൺമെന്റ് ഒരു തരത്തിൽ അവര് വിജയിക്കല്ലേ ഉണ്ടായത്? കാരണം വെച്ചാൽ പ്രതി അവരുദ്ദേശിച്ച പ്രതി അവർ രക്ഷിച്ചു എന്നുള്ളതല്ലേ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി മാഡം. സജി നന്ദിയാട്ടുകൂട്ടിയല്ലേ ഫോൺ. സജി നന്ദിയാട്ട്, ഇവിടെ അതിജീവിതയുടെ പോസ്റ്റാണ്, പരസ്യ പോസ്റ്റാണ്. അവർ ആദ്യഘട്ടം മുതൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പങ്കുവെക്കുന്ന വികാരമാണ്. വിചാരണ കോടതിയിൽ വിശ്വാസമില്ല, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം മഞ്ജു വാര്യർ വീണ്ടും രംഗത്ത് വരുന്നു ഗൂഢാലോചന എന്ന നേരത്തെയുള്ള വാദവുമായി. അതെ, കുഴപ്പം ഇന്നിപ്പോ വിധി വന്നല്ലോ. ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നെ, ഒന്നും പറയാതിരിക്കാതെ ഇവർ ഈ കള്ള തെളിവുകളെ കൊണ്ട് കൊടുത്തത് മുഴുവൻ. ഇവർക്കിപ്പോ ഈ ജഡ്ജ്മെന്റ് ജനം വായിക്കരുത്, അതിനുവേണ്ടി ഒരു ഫോക്കസ് മാറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കി. 1 by 1 ആയിട്ട് എണ്ണി പറയാണ്. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരുന്ന കാര്യം പറയട്ടെ, കേൾക്കണം. ഇന്നലെ 6500 രൂപ മുടക്കി ഞാൻ ഈ ജഡ്ജ്മെന്റ് മൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വായിച്ചോണ്ടിരിക്കുക. 1800-ഓളം പേജുണ്ട്. ഞാൻ എടുത്തോണ്ടിരിക്കുക. ചാനൽ കാണിക്കും, വൈകിട്ടത്തെ ചാനൽ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, ഇവർ ഈ പറയുന്ന ഇവരുടെ ഒരു ധാരണ കോടതിയെ കുറിച്ച് ഒന്നും അറിയാതെ എന്തൊക്കെയോ വിളമ്പോ ഇവരൊക്കെ. കാരണം ഇവർ പറയുന്നറിയോ, ഇവര് പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെളിവല്ലെന്ന് ഇവർ ചോദിക്കുന്നത്. അതിന്റെ മറുവാദവും അതിന്റെ ഉത്തരവും അവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടെന്ന് പറഞ്ഞോട്ടെ, സമ്മതിക്കാവോ? പറഞ്ഞോളൂ. അതായത് ദിലീപും പൾസസുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കാതെ, അതാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അതായത് ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്നറിയോ? അതായത് സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ച് ദിലീപും പൾസസുനിയും തമ്മിൽ എന്ത് ചെയ്തു? ഗൂഢാലോചന നടത്തി. അതിന് തെളിവാരാ? സാക്ഷി ആരാന്നറിയോ? ഒരു പുരുഷോത്തമൻ. മനസ്സിലാക്കാം. ഹലോ, കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഞാനിപ്പോ വായിച്ചോണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗം ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാനത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടുക. അപ്പൊ പുരുഷോത്തമൻ പറഞ്ഞു ഇങ്ങനെ പൾസസുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ പുരുഷോത്തമൻ 164 എടുത്ത് നോക്കിയപ്പം പുരുഷോത്തമൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുകേഷിന്റെ അല്ല എന്നാണ്. ഞാൻ അതിന്റെ സെറ്റിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ ഹോട്ടലിൽ പൾസസുനി താമസിച്ചിട്ടില്ല. ആ ഹോട്ടലിൽ രേഖ എടുത്തു വന്നു. പുരുഷോത്തമൻ ഈ പൾസസുനിയുടെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞു. പുരുഷോത്തമൻ തന്നെ 164 പറയുന്നു. അതായത് ഞാന് പൾസസുനി കള്ളടിച്ച് വന്നുകൊണ്ട് എന്റെ റൂമിൽ ഈ പുരുഷോത്തമൻ പ്രത്യേക റൂമുണ്ട് വേറെ കണ്ട്, ആ ഹോട്ടലിലല്ല.
അവിടെ വെച്ച് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു ഇല്ല, പൾസസുനി അവിടെ ഉണ്ടായിരുന്നൊരു ഗുണ്ട അക്രമം അവിടെ വന്നപ്പം അത് പരിഹരിച്ച പൾസസുനിയാണെന്ന് പറഞ്ഞു. അതിന് തെളിവായിട്ട് ഇവര് വൗച്ചർ ഹാജരാക്കി. ആര്? പ്രോസിക്യൂഷൻ. ഈ വൗച്ചർ ഹാജരാക്കിയപ്പോൾ 7ാമത്തെ വൗച്ചറായിട്ട് അത് ഹാജരാക്കിയത്. അതിൽ എഴുതിയിട്ടുണ്ട് സുനിൽ കുമാർ ഗുണ്ട 650 രൂപ. മനസ്സിലാക്കണം. അതിന്റെ മുന്നോട്ട് ഒറിജിനൽ വൗച്ചർ കൊണ്ടുവന്നപ്പം ഇത് വേറെ സുനില. ആ സെറ്റിൽ ഒരേ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇങ്ങനെ കള്ളങ്ങൾ കൊണ്ട് അത് എനിക്ക് ഈ കേരളത്തെ ജനതയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇതൊന്ന് വായിക്കണം. ഈ പ്രോസിക്യൂഷൻ പറയുന്നതല്ലല്ലോ കേൾക്കേണ്ടത്, രണ്ടു കൂട്ടരും പറഞ്ഞത് കേൾക്കണ്ടേ? അല്ല, അത് ഈ 2ാം ഘട്ട വിചാരണയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അന്വേഷണ സംഘം കാര്യമായി വിഷയത്തിൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ള കാര്യം കൂടി ഈ കോടതിയുടെ പരാമർശത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, കേരള ജനതയോട് ഞാൻ പറയുന്നത്, ദിലീപ് എക്സോർ വൈ അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മൊത്തം താങ്കളോട് ഞാൻ ചെറിയ റിക്വസ്റ്റ് വെക്കുവാണ്. താങ്കൾ അക്കാഡമിക്കാണ്, അറിവുള്ള ഒരാളല്ല. താങ്കൾ ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം കേട്ടോ. ഇത് പറയുന്നത് ഒരു സൈഡാണ്, അതിന് മറുവാദോടെ കേൾക്കണം. ഇവര് കള്ളങ്ങളാണ്. പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. അതിന് മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം കേൾക്കണോ? അതായത് ബാലേന്ദ്രകുമാർ 2ാം അന്വേഷണത്തിൽ പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിളിച്ചോണ്ട് അത് ഓർമ്മയിലുള്ളത് പറയുന്നത്. അതായത് പൾസസുനിയെ എവിടെ വെച്ച് കണ്ടു? ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് ആര് പറയാണ്? ബാലേന്ദ്രകുമാർ. ജനുവരി 3-ാം തീയതി അന്വേഷിച്ചപ്പോൾ പൾസസുനി എവിടെയാണ്? 2 ആഴ്ചയായിട്ട് ഗോവയിലാണ്. ആ സമയത്ത് ഇങ്ങനെ കള്ളങ്ങളായി ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിജീവിതയുടെ കുഴപ്പമല്ല കേട്ടോ, അതിജീവിതയോട് ഇവര് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞാൻ താങ്കളാണ്, ഞാനിപ്പോ പറയാ, താങ്കളാണ് ഈ അതിജീവിതത്തെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് ഞാൻ താങ്കളോട് പറയുക. അത് ഞാൻ കോടതി പോയി, ബഹുമാനപ്പെട്ട കോടതി ഇതുപോലെ നമ്മുടെ ന്യൂസ് 8-ലെ ആങ്കറാണ് ഇത് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ തെളിവാവോ? ബാക്കി സബ്സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവൂടെ കൊടുക്കണ്ടേ? പറയൂ, താങ്കൾ പറയൂ. താങ്കള് ഇവരെ കുറിച്ച് അറിയാത്തവരായി പറയുന്നത് കേട്ടോ. ഞാനിത് വായിച്ചിട്ട് തന്നെ കണ്ണ് തള്ളിയിരിക്കുക. അതുകൊണ്ട് കേരളം ഈ എന്താ പറയാ, കേരളം, ഞാൻ പറഞ്ഞ നിഷ്പക്ഷമായിട്ടാ പറഞ്ഞേ, കേരളം ഈ വിധി ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പോ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ ഒരു ഊമക്കത്ത് വന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഊമക്കത്ത് കാരൻ എന്നാത്തിന് എന്തുകൊണ്ടാണ് അയച്ചു കൊടുക്കാൻ? 1 തൊട്ട് 6 വരെ പ്രതികൾ അത് പറയും. കോടതിയിൽ ഇരിക്കുന്ന വക്കീലുമാർക്ക് വാദവും പ്രതിവാദവും കേൾക്കുന്നവർക്ക് അറിയാം. മനസ്സിലായോ? ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിനകത്ത് കോടതിയിലെ ആൾക്കാർ, പിന്നെ വാദിഭാഗം പ്രതിഭാഗത്തിന്റെ വക്കീലുമാരുണ്ടല്ലോ അവിടെ. ശരി, സമയക്കുറവുണ്ട് സാർ, ഇടപെടുകയാണ്. നമുക്ക് കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് കരുതുന്നു വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ. സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും ഈ വിവരങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട്. അതിജീവിതയുടെ പരാതി കോടതിക്കെതിരെയാണ് എന്നതും ഏറെ ഗൗരവതരമായ ഒന്നാണ്. നിയമവൃത്തങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് ഈ കേസിൻ്റെ നാൾവഴികളെല്ലാം. നമുക്കറിയാം, അത് കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചകൾ കൂടി ഇപ്പോൾ കാണുന്ന പശ്ചാത്തലമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് SIT കണ്ടുപിടിക്കട്ടെ. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണ്, അത് ആരെന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് 500 കോടിയുടെ കൊള്ള, അല്ലെ, വിദേശ ബന്ധമടക്കമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അത് തെളിയിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഒരു സംഘമാണ് ശബരിമലയിലും സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. അവർക്ക് ഈ രാജ്യാന്തര സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹത്തോട് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ച ഒരു
വ്യവസായിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി SITക്ക് മൊഴി നൽകുന്നതിനിടെ അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആരാണെന്നോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നോ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിട്ടുണ്ട്. താൻ തെളിവുകളല്ല കൈമാറിയിരിക്കുന്നത്, ഈ വ്യവസായി തന്നോട് പറഞ്ഞിരിക്കുന്ന ചില സുപ്രധാനമായ വിവരങ്ങളാണ് എന്നാണ് രമേശ് ചെന്നിത്തല ഈ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ചെന്നിത്തല പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഷണം പോയ സ്വർണ്ണ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് തന്നോട് ഈ വ്യവസായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നുകൂടി ചെന്നിത്തല പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് നീങ്ങുക എന്നതിന്റെ ഒരു ഗൗരവം കൂടി വർദ്ധിക്കുന്നത്. കാരണം ആ വ്യവസായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാണ് എങ്കിൽ അന്വേഷണത്തിന്റെ വ്യാപ്തി തന്നെ മറ്റൊരു ദിശയിലേക്ക് മാറ്റേണ്ട തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നതെന്നാണ് സൂചന. ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ ചേരും. മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് UDF. വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തിനടക്കമുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് KPC അധ്യക്ഷൻ. ചരിത്ര നേട്ടം സ്വന്തമാക്കിയ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നേട്ടം കൈവരിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണം അടക്കം ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDFൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് സൂചന. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അതേസമയം BJP ആകട്ടെ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരു മുഴം മുമ്പേ തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭയിൽ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ഏത് വിധേനയും ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചതായാണ് സൂചന. നിയമസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാകും, തിരുവനന്തപുരത്തടക്കം അത് ആവർത്തിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷം സർവേകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് BJP നേതൃത്വം കടന്നിരിക്കുന്നതും. അതേസമയം CPM ആകട്ടെ ക്ഷേമ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന്റെ ഞെട്ടലിലാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയുമൊക്കെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തടക്കമുണ്ടായ തിരിച്ചടികളുടെ ഇടകേറിയുള്ള പരിശോധന ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി LDFന്റെ മുന്നണി യോഗം അടുത്ത ചൊവ്വാഴ്ച ചേരുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ട അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തുടർഭരണം ലക്ഷ്യമാക്കി തന്നെ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന വലിയ ദൌത്യമാണ് CPMന് മുമ്പിലുള്ളത്. LDF ആകട്ടെ സമാനമായ തരത്തിൽ മുന്നണിയിലെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ CPI അടക്കം വ്യത്യസ്തമായ നിലപാട്, അതായത് ചില അഴിച്ചുപണികൾ വേണമെന്ന് പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ് LDFന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടുത്ത ദിവസങ്ങളിൽ ചേരാനിരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും അതോടൊപ്പം LDFന്റെ മുന്നണി യോഗവും ഒരേപോലെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. UDF ഭരണം തിരിച്ചുപിടിച്ച കൊച്ചിയിൽ 3 പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് പുറമെ VK മിനിമോളും ഷൈനി മാത്യുവുമാണ് പരിഗണനയിൽ. മികച്ച ഭൂരിപക്ഷത്തിലേക്ക് കൊച്ചി കോർപ്പറേഷനിൽ UDF എത്തിയതോടുകൂടി തന്നെ കോൺഗ്രസിൽ മേയർ ആരാകും എന്നത് സംബന്ധിയായ കാര്യങ്ങൾക്കുള്ള സജീവ ചർച്ചയിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അതിൽ പല പേരുകൾ പരിഗണിക്കുന്നു. നേരത്തെയും ഉയർന്നു വന്ന പേരുകൾ തന്നെയാണ് ഇത്തവണ ഇപ്പോഴും മത്സരത്തിന് ശേഷവും അവരെല്ലാം തന്നെ വിജയിച്ച് കയറിയതുകൊണ്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അതിൽ KPCC വക്താവും ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് പ്രഥമ പേരായിട്ട് ഉയർന്നു വരുന്നത്. മറ്റൊന്ന് VK മിനിമോളിൻ്റെതാണ്. കഴിഞ്ഞ 3ാമത്തെ ടേമിലേക്കാണ് ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്നത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്. ഒപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു
കഴിഞ്ഞതിന് മുൻപുണ്ടായിരുന്ന കൗൺസിലിൽ അവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകാരിൽ ഒരാൾ ഷൈനി മാത്യു ആയിരുന്നു. പശ്ചിമ കൊച്ചിയിൽ നിന്നൊരാൾ വേണം, ഒരു പരിഗണന വേണമെന്ന ആവശ്യത്തോടു കൂടിയായിരുന്നു ഈ ഒരു പേര് ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും ഈ 3 പേരും തന്നെയാണ് വളരെ സജീവമായിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ആരാകും എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നത് KPCC എല്ലാം തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും. പാർട്ടിയുടെ ഉന്നത സമിതി കൂടി ആലോചിച്ച ശേഷമായിരിക്കും. ജില്ലാ നേതൃത്വത്തിനും അത് നിർണായകമായ സ്വാധീനം ഈ തീരുമാനത്തിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഹൈബി ഈഡനും DCC പ്രസിഡന്റ് ഷിയാസും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിലടക്കം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ശുപാർശകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിൽ നിർണായകം തന്നെയാകും. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും എല്ലാം തന്നെ കോൺഗ്രസിനും UDF സംവിധാനങ്ങൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തീരുമാനവും വലിയ രീതിയിൽ ബഹളങ്ങളില്ലാതെ അല്ലെങ്കിൽ വാക്പോരില്ലാതെ തീർക്കണം എന്ന ഒരു നിർദ്ദേശവും പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ തമ്മിലുള്ള ഒരു ചർച്ച വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിൽ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് കുറച്ചുകൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അവർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിൽ ഉള്ള ഒരാളാണ്, മുൻ കൗൺസിലറാണ്. ഒപ്പം തന്നെയും സംഘടനാപരമായും എല്ലാം തന്നെ വലിയ രീതിയിൽ സംഘാടന മികവെല്ലാം തന്നെ തെളിയിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഒരു കൊച്ചി മേയർ എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഈ ഭരണ പ്രാഗൽഭ്യത്തിനൊപ്പം തന്നെയാണ് രാഷ്ട്രീയപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക കൂടി അതിൽ കുറച്ച് പക്വതയും പാകതയും എല്ലാം തന്നെ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ ദീപ്തിയുടെ പേര് ഉയർന്നു വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. UDFനെ സംബന്ധിച്ച് ഒരു നേതൃത്വം കൂടി ആലോചിക്കും. ഇപ്പോൾ ജനങ്ങൾ വലിയ വിജയമാണ് എറണാകുളം കൊച്ചി നഗരത്തിൽ തന്നിരിക്കുന്നത്. അത് ജനങ്ങൾ അറിഞ്ഞു തന്നിരിക്കുന്ന വിജയമാണ്. വലിയ ഉത്തരവാദിത്തമാണ് UDFനെ സംബന്ധിച്ചുള്ളത്. ഈ നഗരത്തിൻ്റെ വികസനം, നഗരത്തിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട് UDFന്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ഇനിയിപ്പോൾ നേതൃത്വം കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. VK മിനുമോളും ഈ രീതിയിൽ തന്നെ സമരരംഗത്തും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തും എല്ലാം തന്നെ സജീവമാണ്. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെല്ലാം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവർക്കും ഒരു പരിഗണന വരുന്നു. ഇവർ തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു മത്സരം ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈനി മാത്യു നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഇത്തരം ചർച്ചകൾ പലതും നടക്കുകയും അന്ന് ഒരു പിരീഡ് നിശ്ചയിക്കുകയും 2 പേർക്കും തമ്മിൽ, അതായത് അന്നുണ്ടായിരുന്ന സൗമിനി ജെയിൻ മേയർ, അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. പക്ഷെ അത്തരം ധാരണകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കോൺഗ്രസിൽ ഒരു സമയത്ത് വലിയ രീതിയിലുള്ളൊരു പരസ്യ പ്രതിഷേധത്തിനടക്കം ഈ ഒരു വിഷയം ഇട നൽകുകയും ചെയ്തിരുന്നു. കൗൺസിലടക്കം ഈ ഒരു ഭിന്നിപ്പ് ശക്തമാകുന്ന ഒരു സാഹചര്യവും എല്ലാം തന്നെ കണ്ടതാണ്. എന്തായാലും അന്ന് ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഷൈനി മാത്യുവിന് മേയർ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളും അടക്കം ഉയർന്ന് വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടപ്പാക്കാൻ പറ്റാതെ പോയത് അന്ന് ചില നേതാക്കന്മാർ ഉറപ്പ് നൽകിയതായി പറയുന്നുണ്ട്. അപ്പോൾ ആ ആർഗ്യുമെൻ്റ് തന്നെ, ആ വാദങ്ങൾ തന്നെ വീണ്ടും ഉയർന്നു വന്നേക്കാം. എന്തായാലും അവരുടെ പേരും സജീവമാണ്. എങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം തന്നെയായിരിക്കും കൊച്ചി മേയർ ആരായിരിക്കുക എന്നത്. ആ പേരുകളിലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. വലിയ തലവേദനകളില്ലാതെ തന്നെ അത് ആ ഒരു പേരിലേക്ക് ചുരുങ്ങുക എന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. തൃശൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ ടേം അടിസ്ഥാനത്തിൽ നൽകിയേക്കും. ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവരാണ് പരിഗണനയിൽ. 33 കൗൺസിലർമാരാണ് കോൺഗ്രസിന്. നാളെ പാർലമെന്ററി പാർട്ടി ചെയ്യും. മേയറെ നാളെ തീരുമാനിക്കുമെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. UDF ചരിത്ര വിജയം നേടിയ കൊല്ലം കോർപ്പറേഷനിൽ മുൻ കൗൺസിലറും INTUC ജില്ലാ അധ്യക്ഷനുമായ AK ഹഫീസ് മേയറാകും. 56-ൽ 27 സീറ്റ് നേടിയാണ് UDFന്റെ ഉജ്ജ്വല വിജയം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിന് 2 സീറ്റുണ്ട്. BJP ആദ്യമായി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് VV രാജേഷ് മേയറായേക്കും. മേയറെ തീരുമാനിക്കുന്നതിനുള്ള BJP ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ R ശ്രീലേഖ അടക്കമുള്ളവർക്കും പരിഗണനയുണ്ടാവും. 30 വർഷത്തെ തുടർച്ചയായ ഇടത് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട്
തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അടക്കം BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പരിഗണനകൾ വലിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത കൈവന്നിരിക്കുന്നത്. ഒരുപക്ഷെ VV രാജേഷിന്റെ പേരിന് തന്നെയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രഥമ പരിഗണന. അതിനുശേഷം പരിഗണിക്കപ്പെടുന്നത് മുൻ DGP കൂടിയായ R ശ്രീലേഖയുടെ പേരാണ്. എന്തായാലും ഈ രണ്ട് പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും എന്ന വാഗ്ദാനം അത് പാലിച്ചിരിക്കുമെന്ന് VV രാജേഷ് എന്ന മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ വലിയ വിജയത്തിലൂടെ BJP മുമ്പോട്ട് വെക്കുന്നത്. അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് കൃത്യമായി എല്ലാ നേതാക്കളെയും പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വം R ശ്രീലേഖയായിരിക്കുമോ അതോ VV രാജേഷിനെയുമായിരിക്കുമോ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അത് സംബന്ധിച്ച കൂടിയാലോചനകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വൈകാതെ മോദി തിരുവനന്തപുരത്തെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ച് മോദി അഭിനന്ദനം അറിയിച്ചു. തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമെന്ന് മോദി പറഞ്ഞു. ഇടവേള. Good morning, friends. Welcome back to India Goes Electric by Maruti Suzuki with e-Vitara. നമ്മൾ ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ കഴിച്ചു, അവിടെ എല്ലാം റെസ്റ്റ് എടുത്തു, തിന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ മധുരയിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഫ്രണ്ട്സ്. മധുരയിൽ ഓൺ ദ വേ ഞാൻ നിങ്ങൾക്ക് ഇന്റീരിയറിനെ പറ്റി, നമ്മുടെ കാറിൻ്റെ ഇന്റീരിയറിനെ പറ്റിയും അതിൻ്റെ സ്പേസസിനെ പറ്റിയൊക്കെ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സ്റ്റേ ട്യൂൺ ഫ്രണ്ട്സ്. വിൽ ക്യാച്ച് ദെയർ. ബൈ. മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? തലസ്ഥാന നഗരത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമത്തും വട്ടിയൂർക്കാവിലും CPMന് അടുതെറ്റി. കഴക്കൂട്ടത്ത് പിടിച്ചു നിന്നപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലും തിരിച്ചടി നേരിട്ടു. നേമത്തും വട്ടിയൂർക്കാവിലും കുതിച്ചുകയറിയ BJP കഴക്കൂട്ടത്തും കരുത്തുകാട്ടി. വട്ടിയൂർക്കാവും തിരുവനന്തപുരവുമാണ് UDFന് തുണയായത്. രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഉത്കണ്ഠയിലാണ്. ഈ പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെക്കടയിലേക്ക് പോയപ്പോൾ പൂട്ടിയത് തന്നെ തുറക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ള വിവരം മനസ്സിലായത്. നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് സ്ഥിരമായി പൂട്ടിച്ചത് ആണെന്നാണ് വോട്ടെടുപ്പിന് ശേഷം നേമം MLA കൂടിയായ V ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്ന് തെളിയിക്കുന്നതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലെ ഫലം. 9 കൗൺസിലർമാരുണ്ടായിരുന്ന ഇടതുമുന്നണി 4-ൽ ഒതുങ്ങി. BJP ആകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 13 വാർഡുകൾ നിലനിർത്തി. 5 വാർഡ് അധികം നേടുകയും ചെയ്തു. UDF 1 വാർഡിൽ ഒതുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമത്തെ CPMനെ കാത്തിരിക്കുന്നത് കടുത്ത പരീക്ഷണമെന്നുറപ്പാണ്. മേയർ ബ്രോയിലൂടെ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവ് തദ്ദേശത്തിൽ CPMനെ കൈവിട്ടു. 12 സിറ്റിംഗ് വാർഡുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി 3-ൽ-1 ചുരുങ്ങി. MLA VK പ്രശാന്ത് മണ്ഡലം മുഴുവൻ ഓടി നടന്നിട്ടും 4 മാത്രമാണ് ജയിക്കാനായത്. BJP 8-ൽ നിന്ന് 11 ഉയർന്നു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന K മുരളീധരന്
ആത്മവിശ്വാസം നൽകുന്നതാണ് UDFന്റെ പ്രകടനം. തിരിച്ചുവരവിന് സൂചന നൽകി 4-ൽ നിന്ന് 9 UDF സീറ്റുകൾ ഉയർത്തി. വലിയ തിരിച്ചടിയിലും ആശ്വസിക്കാവുന്ന ഫലമാണ് CPMനും കടകംപള്ളി സുരേന്ദ്രനും കഴക്കൂട്ടം നൽകുന്നത്. കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താനായില്ലെങ്കിലും 10 വാർഡുകളിൽ ഇത്തവണയും ഇടതുമുന്നണി ജയിച്ചു. 4 വാർഡുകൾ നഷ്ടമായി. കടകംപള്ളിയുടെ കഴക്കൂട്ടത്തെ എതിരാളി B. മുരളീധരൻ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചപ്പോൾ BJP 5-ൽ നിന്ന് 13 സീറ്റ് ഉയർത്തി. മുരളീധരന് ആത്മവിശ്വാസത്തോടെ കഴക്കൂട്ടത്ത് മത്സരിക്കാം. തീരദേശ മേഖലകൾ അടങ്ങിയ തിരുവനന്തപുരം സെൻട്രലിലെ പ്രകടനമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് നഗരസഭയിൽ പ്രതീക്ഷകൾ മറികടന്നുള്ള വിജയം സമ്മാനിച്ചത്. 14 വാർഡുകളാണ് അന്ന് LDF ജയിച്ചു കയറിയത്. അത് ഇത്തവണ 8-ൽ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് 2-ൽ നിന്ന് 5-ലേക്ക് ഉയർന്നു. BJPയും മോശമാക്കിയില്ല. 3-ൽ നിന്ന് 7 വാർഡുകളാണ് BJPയുടെ അക്കൗണ്ടിലെത്തിയത്. മാസങ്ങൾക്കിപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ മണ്ഡലങ്ങളിൽ മുന്നണികളും നേതാക്കളും തദ്ദേശ പോരിനിറങ്ങിയത്. UDFനും BJPക്കും പ്രതീക്ഷ നൽകുന്ന ഫലമുണ്ടായപ്പോൾ CPMന് ആശങ്ക ഉണ്ടാക്കുന്നതാണ് നഗരമണ്ഡലങ്ങളിലെ തദ്ദേശ ഫലം. PV അരുൺ, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്ക് ലഭിച്ച ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കഴിഞ്ഞ തവണ ഇതിലും വലിയ ഭൂരിപക്ഷം BJP നേടിയിട്ടും നിയമസഭയിൽ LDF ജയിച്ചു. നേമത്ത് ഇത്തവണ താൻ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും V. ശിവൻകുട്ടി പറഞ്ഞു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടാവണമെന്നില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. പിന്നെ നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേണാണ്. ലോക്കൽ ബോഡീസിന് ഒരു വോട്ടിംഗ് പാറ്റേൺ. മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ വന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്. ഞാനതില്ല LDF അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. മത്സരിക്കണോ വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിയിൽ ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുന്ന പോലെ എനിക്ക് പ്രഖ്യാപിച്ച നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായ തോൽവിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്താനാകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ആര്യ തന്റെ ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യ സ്ഥിതികളെ പരിഗണിച്ചുകൊണ്ട് അവർ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം. ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്. മധ്യ കേരളത്തിലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലേക്ക് UDF തിരികെ എത്തുന്നുവെന്ന സൂചന നൽകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. കേരള കോൺഗ്രസുകളുടെ പിന്തുണയിൽ മാത്രം വിജയിച്ചിരുന്ന ഇടങ്ങളിൽ തനിച്ച് കരുത്തുകാട്ടിയെന്നതാണ് കോൺഗ്രസിന്റെ നേട്ടം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ക്രൈസ്തവ മേഖലകളിൽ കോൺഗ്രസിന്റെ ആധിപത്യം പ്രകടമാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരള കോൺഗ്രസുകൾ ഇല്ലെങ്കിലും തങ്ങൾക്ക് മധ്യ കേരളത്തിൽ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലം വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടെ ആകെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് മധ്യ കേരളത്തിൽ മാറുന്ന സാഹചര്യമാണുള്ളത്. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയും ഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നിയമസഭാ സീറ്റിനെയും അത് കാര്യമായി ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നേരത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടത്. അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിന് ജില്ലാ പഞ്ചായത്തിൽ അടക്കം 4 സീറ്റ് ലഭിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുടേതായ ഇടങ്ങളിൽ കരുത്ത് കാട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലാകെ വ്യാപിക്കുന്ന നിലയിലേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ അത് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ആശ്വാസം. അതായത് മറ്റു പല ജില്ലകളും ഇപ്പോൾ തിരുവനന്തപുരമോ അല്ലെങ്കിൽ പത്തനംതിട്ട അങ്ങനെ തൃശ്ശൂരോ ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന ഭരണത്തിലേക്ക് പലപ്പോഴും എത്താൻ കഴിയുക എന്ന് പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മധ്യ കേരളം തങ്ങളുടെ എക്കാലത്തും തങ്ങളുടെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന സ്ഥലം അതങ്ങ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയ വേദനയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ വേദന, ആ മുറിവ് ഉണക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഫലം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം പഞ്ചായത്തിലും കോൺഗ്രസിനാണ് പ്രധാനപ്പെട്ട ആധിപത്യമായി ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ആശ്വാസമുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഇവിടെയെല്ലാം സമാനമായ സാഹചര്യമാണുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവും മധ്യ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. പാലയിൽ ഭരണം നിലനിർത്താൻ കേരള കോൺഗ്രസ് എം 3 വാർഡുകളിൽ സ്വതന്ത്രരായി വിജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തെ ഒപ്പം നിർത്താൻ ചർച്ചകൾ സജീവമാണ്. ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള പദവികൾ നൽകാനും ആലോചനയുണ്ട്. UDFനൊപ്പം എന്ന പ്രഖ്യാപനം ബിനു പുളിക്കക്കണ്ടവും നടത്തിയിട്ടില്ല. UDF നേതൃത്വവും ബിനുവിനെ ഒപ്പം നിർത്താൻ നീക്കങ്ങൾ തുടരുന്നുണ്ട്.
പാലായിൽ എന്ത് എന്ന സസ്പെൻസ് തുടരുക തന്നെയാണ്. ബിനു പുളികകണ്ഠം ഒരു അന്തിമ നിലപാട് എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാണ് ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് സാധാരണഗതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് UDFന്റെ ഭരണം, അതായത് UDFന്റെ പിന്തുണയോടെ ബിനു അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് ചില ചരടുവലികൾ കേരള കോൺഗ്രസ് എം നടത്തുന്നത്. ബിനുവിനെ ഒപ്പം ചേർത്ത് ഭരണം പിടിക്കുക എന്ന തന്ത്രമാണ്. പക്ഷേ അപ്പോൾ ബിനുവിന് ചെയർമാൻ സ്ഥാനവും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും നൽകേണ്ടി വരുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാലാ പോലൊരു തട്ടകത്തിൽ അവിടെ LDF ഭരണം തന്നെ ഇടതുമുന്നണി എന്ന നിലയിൽ ഭരണം പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് അത്തരം ചർച്ചകൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗങ്ങളുമായൊക്കെ കേരള കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതായത് ഇപ്പുറത്തെ UDFന്റെ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ ബിനു പുളികകണ്ഠം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, ഈ ഒരു സ്വതന്ത്ര താനൊരു UDF കൂട്ടായ്മയുടെ ഭാഗമായി അല്ല ജയിച്ചത്, UDF പിന്തുണ നൽകിയത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്തെ പിന്തുണ മാത്രമാണ് എന്ന് പറയുകയാണ്. ഇന്നലെ UDFന്റെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോഴൊന്നും ബിനു അതിന്റെ ഭാഗമായിരുന്നില്ല. തൻ്റെ വാർഡിലുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ്. ബിനു ഒപ്പമുള്ള 3 സ്വതന്ത്രന്മാരെയും ചേർത്തുകൊണ്ട് മാത്രമേ UDFന് ഭരണം സാധ്യമാകുകയുള്ളൂ. ഇടതുമുന്നണിക്ക് അത് 12+3 എന്ന നിലയിൽ മായ രാഹുലിനെ കൂടി ചേർത്താൽ അത് 15 മാറും, അല്ലെങ്കിൽ 14 മാറും. 14 പേരാണ് ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടത്. എന്തായാലും പുളികകണ്ഠം കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ പന്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങോട്ടേക്ക് പോകും, ഏത് പോസ്റ്റിലേക്കാണ് ഗോൾ അടിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ UDF വൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFന് അനുകൂലമായി എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ കണക്കെടുപ്പ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധമുള്ള നേട്ടമാണ് UDF ഉണ്ടാക്കിയത്. വെൽഫെയർ പാർട്ടി സഹകരണമടക്കമുള്ള LDF പ്രചാരണവും ഏഷ്യയിൽ. സമാനതകളില്ലാത്ത ചരിത്ര വിജയമാണ് മലബാറിൽ UDF നേടിയത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് 94 പഞ്ചായത്തുകളിൽ 90-ഉം 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 33-ഉം 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 14-ഉം 12 നഗരസഭകളിൽ 11-ഉം UDF നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്ത് LDFും UDFും സമാസമവുമാണ്. എന്താണ് LDFന് തിരിച്ചടിയായത്? LDFന് പ്രധാന വിലയിരുത്തൽ ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയും അതിനെ തള്ളിക്കളയാതെ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയുള്ള പിണറായി വിജയൻ്റെ തുടർ നടപടികളും ന്യൂനപക്ഷങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൂടിയായതോടെ മലപ്പുറത്ത് ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 20-30 വോട്ടിന് നഷ്ടമായിരുന്ന വാർഡുകളൊക്കെ തന്നെ LDFന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ UDFന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ സാധിച്ചു. വെൽഫെയർ പാർട്ടിക്കും അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 25 സീറ്റാണ് കിട്ടിയെങ്കിൽ ഇത്തവണ 32 സീറ്റിലേക്ക് വെൽഫെയറിൻ്റെ ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ 75 സീറ്റുകളും വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അങ്ങനെ LDFൽ നിന്ന് മലപ്പുറം ജില്ലയിലെ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ വെൽഫെയറിൻ്റെ പിന്തുണയോടെ UDFന് സാധിച്ചതോടെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് LDFന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇത് പരസ്യമായിട്ട് അംഗീകരിക്കുവാൻ ലീഗ് തയ്യാറല്ലെങ്കിലും വെള്ളാപ്പള്ളിയുടെ ആ പരാമർശവും തുടർ നടപടികളൊക്കെ ഇതിന് മതേതര മനസ്സുകളെ മുറിവേൽപ്പിക്കുന്നതാണ് എന്ന തരത്തിലൊരു പ്രസ്താവനയാണ് PMS എല്ലാം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ മുന്നിൽ വെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വിദ്വേഷവും വർഗീയതയും ജാതി സ്പർദ്ധയും ഒക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളം കണ്ടത്. കേരളത്തിലെ മതേതര ചിന്തയുള്ള മുഴുവൻ മനുഷ്യരും അതിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം അടക്കി വെക്കുകയും ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അത് ശക്തമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പരോക്ഷമായിട്ട് ഈ ധ്രുവീകരണം സംഭവിച്ചു എന്നുള്ളത് മുസ്ലിം ലീഗും സമ്മതിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു ദിശാസൂചികയായിട്ട് ഇതിനെ ഇടതുപക്ഷം കാണുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് പൊന്നാനി ഒഴികെ മറ്റെവിടെയും ഇടതുപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റിൽ തകർന്ന ഇടതുപക്ഷത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചെങ്കിൽ ഇനി അതിൽ നിന്ന് കരകയറാൻ ഇടതുപക്ഷം സംബന്ധിച്ച് മലപ്പുറത്ത് വലിയ പ്രതിസന്ധികളാണ് മുൻപിലുള്ളത്. എന്താണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിന്ന് ഈ ഒരു പ്രശ്നം
പരിഹരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പരിശ്രമിക്കുക. അത് ഫലം കാണുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതുമാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സ്വയം വിമർശനവുമായി CPI നേതാവ് K. ശിവരാമൻ. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. ജനങ്ങളുടെ യജമാന്മാരാണ് എന്നാണ് പല നേതാക്കളുടെയും ധാരണ. പാറ, മണ്ണ്, കയ്യേറ്റ മാഫിയയുടെ കൂട്ടുകാരെ ജനം തിരിച്ചറിഞ്ഞുവെന്നും വിമർശനമുണ്ട്. പ്രവൃത്തിയും വാക്കും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നും ശിവരാമൻ മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ നടത്തിയ അധിക്ഷേപ പരാമർശം തിരുത്തി CPM നേതാവ് MM മണി. തെറ്റുപറ്റിയെന്ന് MM മണി പറഞ്ഞു. പാർട്ടിയുടെ നിലപാടാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു വികാരത്തിൽ പറഞ്ഞതാണെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിൽ എനിക്ക് വിഷവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. MM മണിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി V. ശിവൻകുട്ടി, മണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ചെറിയൊരു പരാജയമുണ്ടായതിന് ഇത്തരമൊരു നയം സ്വീകരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. MM മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ NK പ്രേമചന്ദ്രൻ രംഗത്ത് വന്നു. മണിയുടെ കുടുംബ സ്വത്ത് ഉപയോഗിച്ചല്ല ക്ഷേമ പെൻഷൻ നൽകുന്നത്. പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ് ശ്രീ MM മണി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്ന് പറയുന്ന MM മണിയുടെ പരാമർശം സത്യത്തിൽ കേരള ജനതയെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന പരാമർശമാണ്. അയാളുടെ കുടുംബസ്വത്തോ തറവാട് സ്വത്തോ എടുത്തല്ല ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത്. MLA MM മണിയെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മണിയെ പോലെ കുറച്ച് പേർ കൂടി വരണം, അത് UDFന് ഗുണം ചെയ്യുമെന്നുമാണ് പ്രതികരണം. അല്ല, അത്തരം ആളുകൾ ഇടതുമുന്നണിയിൽ ധാരാളം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് MM മണി ചില്ലറക്കാരനല്ലല്ലോ. മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിലെ ഉയർന്ന നേതാവാണ്, പത്മകുമാറിനെ പോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവനകളെ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല, പാർട്ടിക്ക് അതുമായി ബന്ധമില്ല എന്ന് പോലും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ആലോചിച്ചുറച്ചുകൊണ്ടാണ് ജനങ്ങൾക്കെതിരെ ഇത്തരം എന്താ പറയുക അപകീർത്തികരമായ, ജുഗുപ്സാവഹമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് കണ്ണൂർ പാറാട് നടന്ന ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. 60 CPM പ്രവർത്തകർക്കെതിരെയും കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്കെതിരെയുമാണ് നടപടി. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF തോൽവിക്ക് പിന്നാലെയായിരുന്നു സംഘർഷം. നിരവധി LDF UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പാനൂർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത്. തൃശൂർ വടക്കേക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. വടക്കേക്കാട് 9ാം വാർഡ് സ്ഥാനാർത്ഥി മിഖായേൽ ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നബീൽ വിജയിച്ചതോടെ മിഖായേൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലും വീട്ടിലും എത്തി ഒരു സംഘം ആക്രമണം നടത്തുകയായിരുന്നു. സംഭവത്തിൽ ബാബു വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. PK സുരേഷിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയായിരുന്നു അതിക്രമം. ഓട്ടോയിലെത്തിയ 3 അംഗ സംഘം സ്ഫോടക വസ്തു എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാമന്തളിലെ മഹാത്മാഗാന്ധി പ്രതിമയും ഒരു സംഘം ആക്രമികൾ ഇന്നലെ രാത്രി തകർത്തു. മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. പ്രതിമയുടെ മൂക്ക് തകർന്ന നിലയിലാണ്. സംഭവത്തിൽ മഹാത്മാ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് KM തമ്പാൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ BJP പ്രവർത്തകരുടെ വീട്ടിൽ റീത്ത് വച്ച് CPM. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് OVയുടെ വീടിന്റെ വരാന്തയിലാണ് റീത്ത് വെച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. BJP പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി.
കണ്ണുക്കരയിൽ CPM അനുകൂലികൾ BJP പ്രവർത്തകൻ റോഷിയുടെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. ആഹ്ലാദ പ്രകടനത്തിനിടെ വാഹനത്തിനടുത്ത് വെച്ച് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമം തടഞ്ഞതോടെയായിരുന്നു ആക്രമണം. ഇവർ റോഷിയെ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ ഇയാൾ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കണ്ണൂർ പാനൂരിലെ സംഘർഷത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ. CPM പ്രവർത്തകർക്ക് നേരെ ലീഗുകാർ കല്ലെറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയായിരുന്നു CPM പ്രവർത്തകർ വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കോഴിക്കോട് ഏറാമല തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നാടൻ ബോംബെറിഞ്ഞു. LDF പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ് UDFന്റെ പരാതി. വിവരമറിഞ്ഞ് ഏടാച്ചേരി പോലീസ് സ്ഥലത്തെത്തി. അതേസമയം LDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ച് സംഘടിച്ചെത്തിയ പ്രവർത്തകർ നേരത്തെ തകർത്ത ഓഫീസിന് നേരെ വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയും ഇന്ദിരാഗാന്ധി സ്തൂപം തകർക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ്. വയനാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ സംഘർഷം. സുൽത്താൻ ബത്തേരിയിലായിരുന്നു സംഭവം. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ പ്രകോപിതരായ CPM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബത്തേരി മുനിസിപ്പൽ കൗൺസിലറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ തല്ലിപ്പൊളിച്ചതായും വധഭീഷണി മുഴക്കിയതായും ഇവർ പറയുന്നു. 6ഓളം കോൺഗ്രസ് പ്രവർത്തകർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 20ഓളം പേർക്കെതിരെ ബത്തേരി പോലീസ് കേസെടുത്തു. കൊലവിളി പ്രസംഗവുമായി വളാഞ്ചേരി വട്ടപ്പാറ UDF പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരെ തല്ലിയ ആളുകളെ കാലും കൈയും വെട്ടുമെന്നും അല്ലാതെ വെറുതെ ഇരിക്കില്ലെന്നുമാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വട്ടപ്പാറ ഡിവിഷനിൽ 33-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വട്ടപ്പാറയിൽ വിജയാഘോഷത്തിനിടെ പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷം ഉണ്ടായിരുന്നു. പച്ചവനെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണ് തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വിമത സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും തുല്യ സീറ്റ് വന്നതോടെയാണ് സ്വതന്ത്രന്റെ പിന്തുണ അനിവാര്യമായത്. പുന്നക്കൽ വാർഡിൽ നിന്ന് കോൺഗ്രസ് വിമതനായി വിജയിച്ച ജിതിൻ പാലാട്ടാണ് ഭരണം തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകമായത്. തിരുവമ്പാടി പഞ്ചായത്തിൽ UDF 9, LDF 9, സ്വതന്ത്രൻ 1 എന്നതാണ് കക്ഷിനില. ആര് ഭരിക്കണമെങ്കിലും തിരുവമ്പാടി പുന്നക്കൽ വാർഡിൽ നിന്നും വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജിതിൻ പല്ലാട്ട് പള്ളത്തിന്റെ പിന്തുണ വേണം. 538 വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ജിതിൻ വിജയിച്ചത്. കോൺഗ്രസ് പാർട്ടി ചിഹ്നം അനുവദിച്ച ശേഷം പിൻവലിച്ചതോടെയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിലവിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് ജിതിൻ തീരുമാനിച്ചിട്ടില്ല. നിലവിലിപ്പോൾ ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം എനിക്ക് വേണ്ടി അകമഴിഞ്ഞ പിന്തുണ, പേരെടുത്ത് പറയേണ്ട എല്ലാ ആളുകളും ഞാൻ പേരെടുത്ത് പറയേണ്ടതാണ്. ഇവരെല്ലാ ആളുകളും എനിക്ക് അകമഴിഞ്ഞ പിന്തുണ ഈ നാട്ടുകാരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ഏതോ അവിടെയാണ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെ ജിതിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതുവരെയും ഇയാൾക്ക് പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല. തന്നെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും ജിതിൻ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. വോട്ട് ചോരിയിൽ BJPക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. താങ്കൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും മോഡിയുടേതല്ലെന്നും പരാമർശിച്ച് ജ്ഞാനേഷ് കുമാറിനെ രാഹുൽ ഗാന്ധി പരിഹസിച്ചു. വോട്ട് ചോരി ആരോപണത്തിൽ ഡൽഹി രാംലീല മൈതാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാറാലിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. BJP സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടും അവർ തയ്യാറാകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയും കമ്മീഷൻ BJPക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है और इनको जितनी भी इम्यूनिटी देनी है दे दो। नरेंद्र मोदी जी ने इलेक्शन कमिश्नर के लिए कानून बदला, नया कानून लाए, कहा
कि इलेक्शन कमिश्नर कुछ भी करे, उन पर एक्शन नहीं लिया जा सकता है, उन पर कार्रवाई नहीं ली जा सकती है। ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ആദ്യ ദിനം ഫുട്ബോൾ താരം ലയണൽ മെസ്സി പങ്കെടുത്ത പരിപാടി അലങ്കോലമായതിൽ നടപടിയുമായി പശ്ചിമ ബംഗാൾ സർക്കാർ. മുഖ്യ സംഘാടകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ മാപ്പ് ചോദിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്ത് അജ്ഞാതർ. 10 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഉച്ചയോടെയാണ് സംഭവം. ജൂത സമൂഹം നടത്തുന്ന ഒരു പരിപാടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയ 2 പേരെ വധിച്ചു. സംഭവത്തിൽ പോലീസുകാരടക്കം 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. യുഎസിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കെട്ടിടത്തിലാണ് അക്രമി വെടിവെപ്പ് നടത്തിയത്. അക്രമി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പരീക്ഷ നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമുണ്ടായത്. കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയ ആളാണ് ആക്രമിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,275, പവന് 98,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,155, പവന് 81,240. വെള്ളി ഗ്രാമിന് 200, കിലോയ്ക്ക് 2 ലക്ഷം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി പ്രൈം ഡിബേറ്റ് ആണ്. അപർണ കുറുപ്പ് ചേരും.